ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഈവനിങ് ആണ്. ഇന്ന് ഞാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഇപ്പോൾ മെറ്റേണിറ്റി ലീവൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകണം. അവിടെ നിന്ന് ഇറങ്ങണം എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല. ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ മൂഡ് പോലെ ഇരിക്കും. ബിക്കോസ് ഇപ്പോൾ പോസ്റ്റ് ഡെലിവറി വേണ്ട ക്ലോത്ത്സ് കുറച്ച് എടുക്കാനുണ്ട്. പൊന്നെ നല്ല വർക്കാണ് വീട്ടിൽ. ഞാനിപ്പോൾ അവനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അവനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാര്യങ്ങൾ ഈസി ആയിട്ട് ഇപ്പോൾ കറൻ്റ്ലി പറ്റില്ല. സോ ഞാൻ പൊന്നനോടെ വെച്ചിരിക്കുകയാണ്. ആൻഡ് ഐ ആം ഗോയിങ് അലോൺ. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ടൊന്നും വരില്ല. നമുക്കിനി ആക്ച്വലി ഒരു 3 വീക്സേ ഉള്ളൂ ഡെലിവറിക്ക്. അവർ പറഞ്ഞൊരു ഡേറ്റിന് 3 വീക്സ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകലും ഒക്കെ എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ലല്ലോ. സോ അധികം വൈകാണ്ട് തന്നെ എന്തെങ്കിലും ക്ലോത്ത്സ് സാധനങ്ങളുള്ളതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം എന്നുണ്ട്. സോ ഇന്നിപ്പോൾ പോകുമ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ലെറ്റ്സ് സീ. ദാറ്റ്സ് ഇറ്റ്. ഹലോ ഗൈസ്, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. അതുകൊണ്ട് നമ്മളിന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയില്ല. നമ്മളിപ്പോൾ റെയിൽവേ ക്രോസിലാണ്. ഇപ്പോഴും ക്രോസ് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പം ഞാൻ എന്താണെങ്കിലും അധികം വൈകാതെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകും. നമുക്കിപ്പോൾ കാണാം. ഓക്കേ. ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. അതുകൊണ്ട് നമുക്കന്ന് പോകാൻ പറ്റിയില്ല. സോ നമ്മൾ ഇന്ന് സ്റ്റേ ആണ്. ഇന്നിപ്പോൾ പോവുകയാണ്. ഇപ്പോൾ ഒരു ഏകദേശം 4 മണിയായി. ആക്ച്വലി ഞാൻ പോണത് ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഐ ആം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട് ആതിര. അപ്പോൾ അവളുടെ വീട്ടിൽ പോകണം. അവളുടെ വീട്ടിൽ പോയിട്ട് അവളെയും കൂട്ടി പുറത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോൾ ഒരു വ്ളോഗിന് എന്തൊരു ഡേ പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കാര്യങ്ങൾ നടക്കാറില്ല. ബട്ട് ലെറ്റ്സ് സീ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. പിന്നെ അതല്ലാണ്ട് കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയാം. ആൻറ്റി ക്രോഷറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നു അതിൻ്റെയും കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വി വിൽ ഷൂട്ട് ആൻഡ് ഐ വിൽ ഷോ യു. അപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം ഓൺ ദ വേ. ബാക്കി വിശേഷങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആതിര. എൻ്റെ LKG തുടങ്ങിയുള്ള ഫ്രണ്ടാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആതിരനെ പിക്ക് ചെയ്ത് അതിരുടെ കോളേജൊക്കെ ഒന്ന് ചുറ്റി കണ്ട് കുറേ വിശേഷങ്ങളും കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ വന്നു, കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ ആൻറ്റിയുടെ കുറേ ക്രോഷറ്റ്സും അതെല്ലാം കണ്ട് അതിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങി. നമ്മൾ സീമാസിലാണ് പോയത്. തൃശ്ശൂർ സീമാസിൽ പോയിട്ട് കുറച്ച് നൈറ്റ് വെയേഴ്സ് എടുത്തു. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര റഷായിരുന്നു. അപ്പോൾ അധികം അവിടെ നിന്നില്ല, ഇരുട്ടുമായിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ പോയത് തൃശ്ശൂരുള്ള തങ്കമണി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നൈറ്റ് വെയേഴ്സ് മാത്രം ഇടുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ പോയിട്ടും കുറച്ച് പർച്ചേസ് ചെയ്തു. അതിൻ്റെ ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല.